ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിങ്കുടുവിന് ഡെലിവറി സമയത്ത് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ ടൈം, ഏത് ഹോസ്പിറ്റലാണ്, അതുപോലെ ചിങ്കുടുവിന് ഉണ്ടായിരുന്ന കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങൾ, പിന്നെ ഇപ്പോൾ എത്ര ദിവസമായി അങ്ങനെയുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. എന്തിനേയും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ ചിങ്ങടൂന് 2 മാസവും അതുപോലെ തന്നെ 9 ദിവസമായിട്ടാ. അപ്പോൾ 2 മാസം കഴിഞ്ഞ് 2 മാസം പോയത് തന്നെ അറിഞ്ഞില്ല, പെട്ടെന്ന് പോയി. അതായത് ചിങ്കുടുവിനെ വെച്ചിട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട, രാത്രി ഒന്നും ഉറക്കില്ല. അപ്പം എന്തായാലും ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വിട്ടു. കാരണം ഞങ്ങൾ ചിങ്ങടൂന് വെച്ചിട്ട് ബാത്തിങ് വീഡിയോ മൊത്തം ചെയ്തിട്ടുള്ളൂ ഒന്നുമില്ലേ, പിന്നെ ആളെ കിട്ടിയിട്ടില്ല, രാവിലെ ഉറക്കമായതുകൊണ്ട്. അപ്പോൾ കേസ് അപ്പോൾ ചിങ്ങടൂന് 2 മാസം 9 ദിവസമായി ഇന്നത്തേക്ക്. അപ്പോൾ ഇപ്പോൾ ചിങ്ങട് വന്നിട്ട് ഇത്രയായിട്ടാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ലൈഫിൽ എന്താ പറയുക, അടിപൊളി പറഞ്ഞാൽ അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ, നല്ല സെറ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് അല്ലാണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ് തോന്നുന്നുണ്ട്, നമുക്ക് കമന്റ് ഒക്കെ ചെയ്യാറുണ്ട്. അതായത് അതെ, നിങ്ങൾ ലവ് മാരേജ് ആണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമന്റ് ചെയ്യാറുണ്ട്. അപ്പം യെസ്, ഞങ്ങൾ ലവ് മാരേജ് ആണ്. പിന്നെ എന്താണ്, ഇന്റർ റിലീജിയൻ മാരേജും കൂടിയാണ്. അപ്പോൾ പുതിയ ആൾക്കാർക്ക് അതിന്റെ സ്റ്റോറിയും കാര്യങ്ങളൊന്നും അറിയില്ല, കാരണം നമ്മൾ ഒരുപാട് താഴെയല്ലേ സ്റ്റോറിയൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല, ഫുള്ളായിട്ട് കാണാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ലവ് മാരേജ് ആണ്. ഞങ്ങളിങ്ങനെ ലവ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നടന്ന് കുറേ കാലം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ആ ഒരു എന്താ പറയുക, ആ ഒരു ലൈഫില്ലേ, ആ ഒരു ലൈഫ് വേറെ ആയിരിക്കില്ല. അപ്പം അങ്ങനെ കുറേ കാലം ഞങ്ങൾ അടിച്ചൊക്കെ പൊളിച്ച് നടന്ന് പിന്നെ ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു, ഞങ്ങൾ മാരേജ് ചെയ്താലോ മാരേജ് ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിങ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു മാരേജ് ചെയ്യുക, ഇങ്ങനെ നമ്മൾ എന്നും ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് മാരേജ് ചെയ്യാന്നുള്ളൊരു ബേസിലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടാസ്ക്, എല്ലാവർക്കും ടാസ്ക് എന്ന് പറയുന്നത് വീട്ടുകാരനെ സമ്മതിപ്പിക്കലാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അതുപോലെ നല്ല ടാസ്ക് ആയിരുന്നു ഗൈസ്. വീട്ടുകാരനെ എങ്ങനെ അത് കൺവിൻസ് ചെയ്ത് എടുക്കും എന്നുള്ളൊരിത് ഞങ്ങൾക്കത് എന്താ, ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംഭവമായിരുന്നു. ഞങ്ങൾ എന്തായാലും ജസ്റ്റ് നമുക്ക് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാൻ. അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് വാശിൻ്റെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലും പറയാന്നുള്ള രീതിയിൽ തീരുമാനിച്ചല്ലോ. അങ്ങനെ രണ്ടുപേരും പറഞ്ഞപ്പോൾ നമ്മൾക്കത് പെട്ടെന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ കുറെ പേര് ഞങ്ങൾ ചേരാൻ പാടില്ല, പിരിപ്പിക്കാൻ വേണ്ടി കുറെ ശ്രമിച്ചു, വീട്ടുകാരുടെ അടുത്തും കുറെ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെയൊക്കെ ഉള്ളൊരു ബേസ് ആയിരുന്നു, അങ്ങനെയുള്ള ഒരു ബേസിൽ കുറെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് എന്താ ചെയ്യുക. കാരണം ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ സ്നേഹിച്ചപ്പോൾ തൊട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ആഗ്രഹമായിരുന്നു, അതായത് കല്യാണം കഴിക്കുന്ന ടൈമിൽ 2 വീട്ടുകാരും സമ്മതിച്ചിട്ട് കല്യാണം കഴിക്കണം എന്നുള്ളൊരു ഞങ്ങൾ ഫസ്റ്റ് മുതൽ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീട്ടുകാരുടെ ഫസ്റ്റ് പറഞ്ഞപ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്രതികരണം നെഗറ്റീവായ ടൈമിൽ ഞങ്ങൾക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ രണ്ടാളും ഇങ്ങനെ എന്ത് ചെയ്യും കുറേ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സും ഉണ്ടാവുമല്ലോ, അപ്പൊ അവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. പക്ഷെ ഞങ്ങൾക്കാണെങ്കിൽ ഒരു കംഫേർട്ട് ഇല്ല, തോന്നിയില്ല, എന്തോ നമുക്കൊരു ഇത് തോന്നിയില്ല. അപ്പൊ ഞങ്ങൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതൊക്കെ ഞങ്ങൾ അങ്ങനെ ഒഴിവാക്കിയില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ ഇങ്ങനെ ഒരു ആസ്ട്രോടോക്ക് കൊണ്ട് ഒരു ആപ്പ് ഉണ്ട്, അപ്പോൾ ആപ്പ് വഴി നിങ്ങളൊരു ജ്യോതിഷനെ കണ്ടു നോക്ക്, നിങ്ങൾ കുറച്ച് ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. അവൻ യൂസ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, എങ്ങനെയായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ എന്തായാലും ഇങ്ങനെയല്ല, അപ്പം എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് ഞങ്ങൾ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എന്താണ് ഒരു ജ്യോതിഷിനെ ട്രൈ ചെയ്തു. അപ്പം ഞങ്ങൾക്ക് പ്രിയാജിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്ത് ഫസ്റ്റ് ഇങ്ങനെ ഞങ്ങളുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്ത് ഞങ്ങൾ ചോദിച്ചു. അത് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് അത് പറഞ്ഞപ്പോൾ തന്നെ, അതായത് പേരും കാര്യങ്ങളും പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾക്ക് അയ്യോ ഇതെങ്ങനെ അറിയാൻ പറ്റുന്നുള്ളൊരു ചിന്തയായിരുന്നല്ലോ. അപ്പോൾ എന്താണ് അങ്ങനെ കുറേ നേരം സംസാരിച്ച് ഞങ്ങൾ ചാറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത ടൈമിൽ ഞങ്ങളുടെ മാരേജിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നു, കുറേ പരിഹാരങ്ങളിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പം പിന്നെ അതുപോലെ തന്നെ ഒരു 9 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതും പറഞ്ഞു തന്നില്ല. അപ്പം ഞങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു 9 ദിവസം സംഭവങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടുകാരനെ ഒന്നുകൂടെ കൺവിൻസ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് വീട്ടുകാരുടെ അടുത്തൊക്കെ പോയി പറഞ്ഞ സമയത്ത് കുറച്ച് എന്താ പറയുക പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കിട്ടിയെന്ന് പറഞ്ഞ പോലെ എന്താ പറയുക കുറച്ച് അടിപൊളിയായിട്ടുള്ളൊരു പ്രതികരണമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അയ്യോ ഒരു എന്താ പറയുക പ്രത്യേക ഒരു ഇതായിരുന്നു. എന്നിട്ട് പറയാതെ തന്നെ പല കാര്യങ്ങളും ഞങ്ങളോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെയില്ലേ അങ്ങനെയില്ലേ നമ്മുടെ ലൈഫിൽ, അതായത് ഇങ്ങനത്തെയുള്ള മാരേജിന്റെ സംഭവങ്ങൾ അതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നു. പക്ഷെ എന്താണെന്ന് ഫുള്ളായിട്ട് വിശദീകരിക്കാൻ പറ്റില്ല. അപ്പോൾ
പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്, ഞങ്ങൾ ചെറിയ ഓരോന്ന് നമുക്കിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ആള് ഇത്രത്തോളം ഇങ്ങോട്ട് തിരിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ പ്രിയാജി ആയിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടുകാരെ പറഞ്ഞപ്പോൾ വീട്ടുകാരും എല്ലാം ഒന്ന് സെറ്റായപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക നല്ല ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ മാരേജും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ 2022 ജൂലൈ 2 ഞങ്ങളുടെ മാരേജും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു. അത് എന്താ പറയുക ലൈഫിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു. ഞങ്ങളുടെ മാരേജ് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് നടന്നൊരു സംഭവമായിരുന്നല്ലോ. പിന്നെ അതുപോലെ ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് അതെ, കാർ എടുത്തു. അതൊക്കെ മുൻകൂട്ടി പ്രിയാജി ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറയും, നിങ്ങൾ ഇനി അടുത്ത അതായിരിക്കും ഇതായിരിക്കും എന്നുള്ള രീതിയിൽ ആ കാർ എടുക്കുന്ന പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് എന്താ അച്ചീവ്മെന്റ്സ് എല്ലാ ആളുകളും ഞങ്ങൾക്ക് പ്രിയാജി ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അതുപോലെ തന്നെ നടക്കുമ്പോൾ അതിലെന്താ പറയുക ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു. ആളൊരു ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു പോസിറ്റീവ് എനർജി ആണല്ലോ അവൻ. അപ്പൊ ഈ അങ്ങനെ എന്താ പറയാ ഇപ്പൊ ചിങ്കിടൂന് വരെ അല്ല നമ്മളാ ഒരു സ്നേഹിച്ചൊക്കെ നടന്ന് മാരേജ് വിചാരിച്ച് മാരേജ് നടന്ന് പിന്നെ ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു. ഇപ്പൊ ചിങ്കിട് വന്ന് 2 മാസം കഴിഞ്ഞപ്പോ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ കുറെ പ്രശ്നങ്ങളും ഓരോ എന്താ പറയാ സങ്കടങ്ങളായിട്ടും എല്ലാം കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ എല്ലാവരും എന്താ പറയാ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചതായി നടന്നിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ആ ലൈഫ് അങ്ങനെ ടെൻഷനിൽ തന്നെ കളഞ്ഞിട്ടും കാര്യമില്ലല്ലോ അവൻ. അപ്പോൾ ഞങ്ങൾ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുക. അപ്പോൾ എല്ലാവരും ആസ്ട്രോടോക്ക് വഴി ഒന്ന് കയറി നോക്കുക, കയറിയിട്ട് ചാറ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ ഫസ്റ്റ് ചാറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അവരോട് ചാറ്റ് ചെയ്തിട്ട് അവരോടത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ നെയിം അതുപോലെ തന്നെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്താൽ അവരെല്ലാം എന്തൊക്കെയാണ് പരിഹാരങ്ങളും കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ അടുത്ത് നമ്മളുടെ ചിങ്കിടുവിൻ്റെ അപ്പൊ എന്തായാലും ഒരുപാട് വലിച്ചു നീട്ടിയിട്ട് സംസാരിക്കുന്നില്ല. അപ്പൊ അടുത്തെന്ന് പറയുന്നത് ചിങ്കിടുവിന്റെ വെയിറ്റ്, അതായത് ഡെലിവറി സമയത്ത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്. അതായത് ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പോവുമല്ലോ ഒരു 9 മാസം ഒരു 8 എത്ര സ്കാനിങ് ലാസ്റ്റ് 9 പിന്നെ 7. പക്ഷെ ഞങ്ങളെന്തോ ഒരുപാട് നേരത്തെ ചെയ്തു തോന്നുന്നു. അല്ല അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിവിടെ പാലക്കാട് നിന്ന് ചെയ്തല്ലാണ് നമ്മൾ ചേഞ്ച് ചെയ്തപ്പോ അവിടെ നിന്നൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏതൊരു സ്കാനിങ്ങിലാണെന്നുണ്ടെങ്കിൽ ചിങ്ങുവിന്റെ വെയിറ്റ് നല്ല കുറവായിരുന്നു കേട്ടോ. അതായത് ഫസ്റ്റ് ഉള്ള ഗ്രോത്ത് പിന്നെ പിന്നെ വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇവൾക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത് സ്കാനിങ്ങിൽ 2800 ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എല്ലാരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ വയറുള്ള സമയത്ത് ഇപ്പൊ 2800 ആണെന്നുണ്ടെങ്കിൽ വരുന്ന സമയത്ത് അതിലും വെച്ച് കുറയും 500 ആവും. ഇനിയിപ്പോ ചിങ്ങുവിന് വെയിറ്റ് കുറവായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. ഡെലിവറി കഴിഞ്ഞപ്പം ഞങ്ങള് വിചാരിച്ചത് ഞങ്ങൾ നല്ല ലോ ആയിട്ടാണ്. പക്ഷെ അവളുടെ വെയിറ്റ് എന്ന് വന്നിട്ട് 3120. പക്ഷെ വാവച്ചിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാല് വാവച്ചി ആ സ്കാനിങ് ഇങ്ങനെ കിട്ടിയപ്പോൾ തന്നെ പറയോ ഞാൻ നേരെ കഴിക്കാനാണ്, ഞാൻ നേരെ കഴിക്കണം എന്നൊക്കെ കൊണ്ട് വാവച്ചി മാക്സിമം എന്തൊക്കെ പറ്റുമോ എല്ലാം കഴിക്കുക. കാരണം ഈ നട്ട്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ മാക്സിമം കഴിച്ച് പറ്റുന്നത്ര വായിച്ച് ശ്രമിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടൈമിൽ പറ്റുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ടും വായിച്ചിക്ക് എങ്ങനെയായിരിക്കും വെയിറ്റ് ഒരുപാട് കുറയുന്നുള്ള ടെൻഷൻ. അപ്പൊ ഞാൻ വായിച്ചെടുത്ത് പറയും നമ്മളെപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കാര്യം പറയുന്നത് നമ്മുടെ കുട്ടിക്ക് എപ്പോഴും ഇഷ്യൂ ഉണ്ടാവാൻ പറ്റില്ലല്ലോ. നമുക്കൊരു ടെൻഷൻ തന്നെ ആയിരിക്കുമല്ലോ അവര് ആരോഗ്യത്തോടെ വരണം എന്നുള്ളത്. വെയിറ്റ് ലോസ് ആയിട്ട് വരുമ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ ഓരോ ബുദ്ധിമുട്ടുകൾ ഓരോന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ വാവിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് വാവിച്ചിട്ട് ഞാൻ പറയില്ല അതൊക്കെ ശരിയാവൂലേ. ഇപ്പൊ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കാനിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഉള്ളൂ. ചിലപ്പോ നമ്മള് സ്കാനിങ്ങിനെക്കാളും കുറവായിരിക്കാം, ചിലപ്പോ കൂടാം, ചിലപ്പോ 3 എന്നൊക്കെ പറയുന്നത് ചിലപ്പോ പ്രസവിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ 3500 ആവാം. സ്കാനിങ്ങിലൊന്നും വിശ്വസിക്കാൻ നമ്മൾ ഏകദേശം കണക്ക് കൂട്ടാന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റ് പെർഫെക്റ്റ് ഇതൊന്നും അല്ല സ്കാനിങ്ങിൽ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വാവിച്ചിക്കാൻ ഡെലിവറി ടൈം ഒരു ഇത് തന്നെയായിരുന്നു കേട്ടോ. എന്നിട്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വെയിറ്റ് ഒക്കെ നോക്കിയപ്പോൾ കുഴപ്പമില്ല 3120. പിന്നെ കുഴപ്പമില്ല എന്താണ് കറക്റ്റാണ് ഫൈനാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ സന്തോഷമായില്ലോ. പിന്നെ അതുപോലെ ചിങ്ങുവിന്റെ ടൈം എന്ന് പറയുന്നത് ഞാൻ അവിടെ പ്രസവിച്ചത് 3:22, അതായത് വൈകുന്നേരം 3:22 PM പുറത്ത് വന്നത്. പിന്നെ അതുപോലെ ഹോസ്പിറ്റൽ ഏതാന്ന് വെച്ചാൽ ബ്ലൂമിംഗ് ബെല്ലിയാണ്, കോയമ്പത്തൂര്. അപ്പൊ ഇവിടുന്ന് ഏകദേശം ഞങ്ങക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയില്ല ബേബി? കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നേഴ്സുമാർ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും പൊതുവെ അവിടെ അങ്ങനെയാണ്. ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടല്ലോ. അപ്പൊ അത് കാരണം ചിങ്കുറുവിന്റെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു. അതുപോലെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് വന്നിട്ട്
ഞങ്ങളുടെ മൂന്നാളുടെ പോസിറ്റീവാണ്, ബേബിന്റെയും ചിങ്ങടിന്റെ ഒക്കെ ഓപ്പോസിറ്റീവാണ്. ഞങ്ങള് പോസിറ്റീവ് ആൾക്കാർ. പിന്നെ അതുപോലെ എന്താണ് പറയേ ഈ ബേബി എപ്പോഴും വീഡിയോ എടുക്കുമ്പോ വെറുതെ ഒരു പറഞ്ഞോണ്ടേയിരിക്കും. ഞാൻ പറയാം. പിന്നെ അതുപോലെ അടുത്തത് പറഞ്ഞടാ. ഇല്ല, ഞാൻ ഒന്നും പറയില്ല. വായിച്ചിട്ടില്ല എന്നുള്ളൊരു സംഭവമാണ് കാര്യമായിട്ട് പറയാൻ വരുന്നിട്ട് അങ്ങനെ നിൽക്കും. ഗൈസ്, അപ്പോൾ എന്താണ് ബ്ലൂമിംഗ് ബെല്ലിന് അതെല്ലാവരും സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. കാരണം ഓരോരുത്തർക്ക് പോകാൻ വേണ്ടിയിട്ടും കൂടി ചോദിക്കാറ്. ഞങ്ങൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീഡിയോസൊക്കെ ഇട്ടപ്പോൾ തന്നെ ഓരോരുത്തർ വന്നിങ്ങനെ കൂടുതലായിട്ട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ അവരൊരു 8 months 7 months ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ കുറേ പേര് ഒന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇത് ഹോസ്പിറ്റലിൽ എത്ര ചെലവായി എന്നുള്ളത് പക്ഷെ അത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം കുറച്ച് മുന്നേ അവിടെ പോയിട്ട് സ്റ്റേ അടിച്ചത് കാരണം കുറേ പറഞ്ഞാൽ മാക്സിമം 1 lakh above ഒക്കെ പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ തന്നെ ഒരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പം കറക്റ്റ് ആയിട്ട് അതെങ്ങനെയാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ പോയിട്ട് നിങ്ങളത് ചെയ്യുമ്പോഴാണ് അത് നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത എമൗണ്ട് ആയിരിക്കാം ചിലപ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമുക്കാണെന്നുണ്ടെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തിക്കുമുട്ടലൊന്നും ഉണ്ടാവില്ലല്ലോ. നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ. റൂമിന്റെ കറക്റ്റ് റേറ്റ് 6 രൂപ എന്തോ വരുന്നു. പക്ഷെ അതിനനുസരിച്ചിട്ട് റൂം ഉണ്ട് കേട്ടോ. നല്ല നല്ല വൃത്തി. അവര് നല്ല ക്ലീനിങ് കാര്യങ്ങളെല്ലാം. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നിയില്ലല്ലോ അവൻ. അപ്പൊ അങ്ങനെ എന്താണ് ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ചിങ്ങടുവിന്റെ ഇതൊക്കെ അറിഞ്ഞില്ലേ, അതായത് ഡേറ്റും ഇതൊക്കെ അറിഞ്ഞില്ലേ. അവൾക്ക് ആ സമയത്താണെങ്കിലും അല്ല, ഞാൻ പറയുമ്പോൾ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞു. പറയുമ്പോൾ ഡേറ്റും കുറെ പേർക്ക് അറിയാത്തുണ്ടോ. അതെ, ചിലർ വന്നിട്ട് November 11 അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ചിങ്ങടുവിന്റെ എന്താണ് ഡേറ്റ് വന്നിട്ട് November 9 കേട്ടാ. അല്ലോ, 9 വൈകുന്നേരം 3:22 ചിങ്ങടു പുറത്ത് വന്നത്. അറിയില്ല എന്തോ വന്നതല്ല, പെട്ടെന്ന് വന്നതുകൊണ്ട് ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും. പിന്നെ അതുപോലെ തന്നെ ചിങ്ങടുവിന്റെ 9 എന്റെ 12 ഞങ്ങള് ഒപ്പം എത്തുമെന്നുള്ളൊരു ഇതൊക്കെ വിചാരിച്ചു. 12 എത്തുമെന്ന് ഒക്ടോബർ നവംബർ ഡിസംബർ അങ്ങനെ ഫസ്റ്റ് വിചാരിച്ചു. കാരണം നമുക്ക് October 25 ഫസ്റ്റ് കിട്ടിയപ്പോ ഒക്ടോബർ ചിങ്ങടുവിന്, നവംബർ എന്റെ ആഴ്ച ഡിസംബർ അങ്ങനെ വിചാരിച്ച്. പിന്നെ ഞാൻ പറയട്ടെ. പിന്നെ അതുപോലെ ചിങ്ങടുവിന്റെ ആ സമയത്ത് കുറച്ച് ഇഷ്യൂ പറയാനായിട്ട് അങ്ങനെയൊന്നും ഇല്ല. ഡെലിവറി സമയത്ത് ഓരോരുത്തർക്ക് ഓരോ സംഭവങ്ങളുണ്ടാവും. ചിങ്ങടുവിന് വന്നിട്ട് ഷുഗർ കുറച്ച് കുറവായിരുന്നു. അത് മാത്രമൊരു പ്രശ്നമാണ്. കാരണം പാലില്ലാത്തതിന്റെ കുഴപ്പമായിരുന്നു അല്ലേ. പൊടി മിൽക്കാ അല്ലേ എനിക്കറിയില്ല. ആ സാധനം തന്നെ, ആ സാധനം കലക്കിട്ട് കൊടുക്കുക പറയുമ്പോൾ ഞങ്ങൾക്ക് അത് കംഫർട്ട് അല്ല. അപ്പൊ ഛർദിച്ചപ്പോ ഞങ്ങൾക്ക് എന്തോ കംഫർട്ടായി തോന്നി, ഒരു ഭാവം തോന്നി. അപ്പൊ അത് കാരണം ഞങ്ങൾക്കത് വേണ്ട, ഉള്ള പാലിൽ കുടിച്ചോട്ടെ എന്നുള്ളൊരു ബേസിൽ അങ്ങനെ വിട്ടുപോയി. പിന്നെ അതുപോലെ കപ്പിട്ട് എടുത്തത് കാരണം അവളുടെ ഈ സൈഡ് ഒരു മുഴ ഉണ്ടായിരുന്നു. അല്ല, അത് വന്നിട്ടില്ല അവേ, മുഴയായിട്ടല്ല, ഒരു റൗണ്ട് പോലെ ഒരു ബ്ലഡിന്റെ ഇങ്ങനെ. അങ്ങനെയല്ല ബേബി, അതായത് ഈ കാലം നമ്മൾ നീളുമല്ലോ. അപ്പൊ സെറ്റായി വരുന്നതോറും ഒരു സൈഡ് മാത്രം ഇങ്ങനെ ഒരു മുഴ പോലെ നിൽക്കണം. അതൊരു പതപ്പ് പോലെ, ബ്ലഡ് ക്ലോട്ട് ആയ പോലെ. അതൊരു സംഭവം ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അതിന് പതപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ഒരു ബ്ലഡ് ക്ലോട്ട് ആയ പോലെ ഇങ്ങനെ കുറച്ച് നല്ല ഉണ്ടായിരുന്നു കേട്ടോ, ഒരു വലിയൊരു മുഴ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഡോക്ടറിന്റെ അടുത്ത് അവിടെ നിന്നൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സെറ്റ് ആവണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. കുറച്ച് സെറ്റായി വരുമ്പോഴാണ് മുഴ ഒന്നും കൂടെ അറിയാൻ തുടങ്ങി. അപ്പം ഞങ്ങളിവിടെ കോപ്പറേറ്റീവ് പോയിട്ട് ചോദിച്ച സമയത്ത് എന്താണ് ഡോക്ടർ പറഞ്ഞു അതൊന്നും ചെയ്യാൻ പാടില്ല, ഒഴിയാൻ പാടില്ല. അതായത് ആദ്യകാലത്തൊക്കെ വന്നിട്ട് അവരിങ്ങനെ കുളിപ്പിക്കുമ്പോൾ പാലിങ്ങനെ ഊർത്തും. അതായത് കുട്ടികൾക്കൊക്കെ ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും, കപ്പിട്ട് എടുത്തില്ലെങ്കിലും ചിലവർക്ക് ഉണ്ടാവും ഇതായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഒഴിഞ്ഞ് ശരിയാക്കുക എന്നാണ് പറയാ. പക്ഷെ തൊടാൻ പാടില്ല, അതിനെ വെറുതെ ഇങ്ങനെ പിടിച്ച് നോവിക്കാൻ പാടില്ല ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതുപോലെ കറക്റ്റ് ആയിട്ട് ചെയ്തു വന്നു കേട്ടോ കേസ്. അപ്പൊ അത് കാരണം അവളുടെ ഇപ്പം തല സെറ്റ്. ഞങ്ങൾ ഒഴിയാനൊന്നും നിൽക്കില്ല, കുളിപ്പിക്കും. അത് കഴിഞ്ഞ് പിന്നെ അതങ്ങനെ മുടിയൊക്കെ ചെയ്തു. ഞാൻ കമന്റ് ഇടുന്നുണ്ട് ചിങ്ങടുവിന്റെ തല നീണ്ടിട്ടായിരുന്നല്ലോ, അപ്പൊ അങ്ങനെ സെറ്റായി എന്നുള്ളത്. എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് വെച്ചാൽ ഒരേ പൊസിഷനിൽ തന്നെ കിടത്താണ്ടിരിക്കുക. സൈഡിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പിന്നെ സ്ട്രെയിറ്റ് അങ്ങനെ കുറച്ച് ഇടവിട്ട് കിടക്കുക. നമ്മൾ കിടത്തിയില്ലെങ്കിൽ അവരുടെ കിടന്നുള്ളൂ. എന്നാലും ആ ഒരു അങ്ങനെ മാറുമ്പോ അല്ലേ ആ മോനെ അങ്ങനെ കറക്റ്റ് സെറ്റായിട്ട് വരും. അത് മാക്സിമം ഒന്ന് തൊട്ടിതാവാതൊക്കെ ഇരിക്കാല്ലോ, ഒഴിച്ചിലും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പൊതുവെ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലിപ്പോൾ ഒരു അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ അങ്ങനെ തന്നെ പറയുള്ളൂ. അവർക്ക്
അവരുടെ ഒരു ഇത് വെച്ചിട്ട് മറ്റേ മുന്നിൽ പറഞ്ഞു വന്നിട്ട് അവർക്ക് അത് അറിയുള്ളൂ. അവർക്ക് അത് അറിയുള്ളൂ. അവന്റെ ആ ടൈമിൽ അങ്ങനെയാണ് അത് അങ്ങനെ ആയിരിക്കും, അതായിരിക്കും ചിലപ്പോ നല്ലത്. പക്ഷെ നമ്മുടെ ഈ സമയത്ത് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് ചെയ്യാൻ പാടില്ല. അത് ഞങ്ങളുടെ അടുത്ത് കോയമ്പത്തൂരിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോവൻ. അപ്പൊ അങ്ങനെ കഴിപ്പിച്ചെങ്കിലും അതൊക്കെ ഒന്ന് ഏകദേശം സെറ്റായി, കറക്റ്റ് ഉരുണ്ട് വന്നു, കറക്റ്റ് സെറ്റായി. പിന്നെ ഇഷ്യൂ പറയാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് മഞ്ഞ, അത് ഫസ്റ്റ് ഒന്നും ശ്രദ്ധിച്ചില്ല, പിന്നെയാണ് ശ്രദ്ധിച്ചത്. അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാൻ കാരണം എന്താ വെച്ചാല് കണ്ണിന്റെ സൈഡില് കണ്ണിന്റെ സൈഡ് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മൂക്കില് ഈ നമ്മളിങ്ങനെ കോട്ടുവായിക്കുള്ളൂ, കോട്ടുവായി ഇടുമ്പോ ഇവിടെ ഇങ്ങനെ പ്രഷർ വരുമ്പോ ഇങ്ങനെ മഞ്ഞിങ്ങനെ വന്നിട്ട് പോവാ. എനിക്ക് തോന്നിയത് എപ്പോഴും ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ, ഷൂട്ടില് ഫോട്ടോസിൽ ഫേസിലൊക്കെ ഒരു മാതിരി ഒരു കളർ പോലെ മഞ്ഞ ഷെയ്ഡ്. അപ്പൊ ഒരു ഡൗട്ട്. പിന്നെ അതുപോലെ അവൾക്ക് ജലദോഷമുള്ള പോലെ തോന്നിയപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചത്. അതാണ് കാണിക്കാൻ പോയത്. പക്ഷെ അവിടെ കൊണ്ടുപോയ ടൈമിൽ തന്നെ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോ മഞ്ഞുണ്ട് കൊണ്ട് അങ്ങനെ എഴുതി തന്നിട്ട് അതൊന്ന് ക്ലിയർ ആയപ്പോ ഉള്ള ജലദോഷം ഏകദേശം സെറ്റായി. പിന്നെ അതുപോലെ എന്താ പറയാ, ഫാദറിന്റെ സ്വഭാവം നല്ല കൊടുത്തിട്ടുണ്ട്. അത് കാരണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചുമക്കും, ഇടയ്ക്കിടയ്ക്ക് തുമ്മും, അങ്ങനത്തെ ഉള്ള സംഭവം. അപ്പൊ നമുക്ക് എന്താണ് ഇനിയിപ്പോ പനി വന്നാണോ ജലദോഷം വന്നാണോ, ഇനിയിപ്പോ അത് എന്താ പറയാ പാരമ്പര്യമാണോ ഒന്നും നമുക്ക് ബേബി അതുപോലെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചുമച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതിന് ശേഷം ഞങ്ങൾ ശ്രദ്ധിച്ചത്. പിന്നെ അതുപോലെ കൂർക്കം വരി ഇതൊക്കെ അവൾക്ക് ബെസ്റ്റാണ്. ഇല്ല സ്റ്റാർട്ടിങ് ആയിരുന്നു ബേബി പിന്നെ ലെവലാണ്. അല്ലേ ചിങ്ങട് സ്റ്റാർട്ട് ചെയ്യണ്ടായിരുന്നു, ഒപ്പില്ല. ഞാനും ഇല്ലാന്ന് ശരിക്കും അവർക്കും പറയില്ലല്ലോ ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചിങ്ങടിന്റെ വിശേഷങ്ങൾ. ചിങ്ങടിനെ എടുത്തിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കണം വിചാരിക്കുന്നു ഗൈസ്, നടക്കണില്ല. എന്തായാലും ടൈം കിട്ടണില്ല. പിന്നെ ഒന്നാമത് ഞങ്ങൾ ഇനി ചിങ്ങടിന്റെ എന്താ പറയാ ഓരോ ചിങ്ങടിന്റെ മാത്രമായിട്ടുള്ള ഒരു ദിവസവും കാര്യങ്ങളൊക്കെ കുളിപ്പിക്കാൻ എടുത്തു. പിന്നെ അതുപോലെ തന്നെ ചിങ്ങടിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങള് അത് വേറെ ആയിട്ടൊക്കെ ചിങ്ങടിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അനൗൺസ് ചെയ്യുക ചിങ്ങടിനായിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോൾ ചിങ്ങടിനൊക്കെ ആയിട്ട് ചിങ്ങടിനെ എടുത്തിട്ട് അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് എന്തായാലും വരാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇത് കണ്ടിട്ട് കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണം, കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ. കാരണം എന്റെ ആ സമയത്തിന് കുറെ പേര് ഡെലിവറി ആയവരുണ്ട്, ഡെലിവറി ആവാൻ പോണവരുണ്ട്. അപ്പൊ കുറെ പേര് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അത് ചിലപ്പോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടാണ്, ഇനിയിപ്പോ ഞങ്ങൾ പറഞ്ഞ പോലെ അത് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ ഗൈസ്. ഡോക്ടർ എന്ത് പറയുന്നുണ്ടെങ്കിൽ ഡോക്ടറിന്റെ നിർബന്ധപ്രകാരം മാത്രം ചെയ്താൽ മതി അല്ലെ. ഓരോരോ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഓരോരോ ഇതാക്കി. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ്. അതായത് കുറെ പേര് പറയാറുണ്ട് എൻ്റെ കുട്ടിക്ക് ഇത്ര വെയിറ്റ് കുറവാണ്, എൻ്റെ കുട്ടിക്ക് കൂടുതലാണ്, ഇത് ചെല്ലു കുട്ടിയല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. പക്ഷെ ഞാൻ പറയണത് എന്താ വെച്ചാൽ അവർക്ക് വേണ്ട വെയിറ്റ് അവർക്ക് ഉണ്ടാവും. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണ് ഉണ്ടോ ഇല്ല അത് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കുറെ പേര് ഓരോരോ കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്ത് പറയാറുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണം. നമ്മൾ നമ്മുടെ കുട്ടീനെ നോക്കുക. അല്ല അതല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോരോ കുട്ടികളെയും വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക. ചില കുട്ടികൾ ചിലപ്പോൾ 5 ഉണ്ടാവും 4 ഉണ്ടാവും. അവരൊക്കെ ആ ഒരു ബേസ് ഓരോരുത്തരും ഓരോരു ഇതുണ്ടാവും. നമ്മുടെ കുട്ടീനെ മാത്രം നമ്മൾ നോക്കുക, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ മതി. അത്രേ ഉള്ളൂ ഗൈസ്. ഇത് പറയണം തോന്നി. അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ ബൈ.